അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ അനുഭവിക്കുന്ന രണ്ട് തരം സുഖാനുഭൂതികളെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു. ഒന്ന്, മാനസികമായി കിട്ടുന്ന സുഖങ്ങൾ. രണ്ട്, ശാരീരികമായി ഹിസ്സിയായി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങൾ. ഒരുപാട് ആയാത്തുകളുടെയും ഹദീസുകളിലൂടെയും നമ്മളത് മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. ഇതിൽ നമുക്ക് പഠിക്കാൻ രണ്ടാമത്തെ പാഠം അദാബു അഹ്ലിന്നാർ, നരകക്കാരുടെ ശിക്ഷയെ സംബന്ധിച്ച. സ്വർഗ്ഗക്കാർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചതിന് പ്രതിഫലമായി ഒരുപാട് സുഖാനുഭൂതികൾ, സുഖസൗകര്യങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാത്തവർക്ക്, ദേഹേച്ഛയെ ഫോളോ ചെയ്തവർക്ക് നരകത്തിൽ ഒരുപാട് ശിക്ഷകളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്തിമമായ പ്രതിഫലം, അത് സ്വർഗമാകട്ടെ നരകമാകട്ടെ, മരണത്തിന് ശേഷമാണ് നൽകുന്നത്. അപ്പോൾ പറയപ്പെടുന്ന ആയത്തുകളെല്ലാം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായി സംസാരിച്ചിരുന്നു. നരകക്കാരുടെ ശിക്ഷയും നമ്മൾ സ്വർഗക്കാരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അൽ അദാബുൻ നഫ്സി, മാനസികമായ ശിക്ഷ, മനസ്സിന് അനുഭവിക്കുന്ന പ്രയാസം, ശിക്ഷ. അത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. യഖൂലുല്ലാഹു അസ്സ വജല്ല വഖാല ശൈത്താനു, ശൈത്താൻ പറയും, ലമ്മ ഖുദിയൽ അംറു, കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടതിന് ശേഷം, സ്വർഗ്ഗക്കാരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകക്കാരെല്ലാം നരകത്തിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് സത്യമായ വാഗ്ദാനം ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു വാദ ചെയ്തിരുന്നു. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങളോട് വാദ ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ച എത്ര സുഖം കിട്ടും, സൗകര്യം ഉണ്ടാവും എന്നൊക്കെ ഞാൻ നിങ്ങളെ വാദ ചെയ്തിരുന്നു. പക്ഷെ ഞാനത് ലംഘിച്ചു. ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങൾക്കത് ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് ആ വാദക്ക് വേണ്ടിയിട്ട് ഒരു തെളിവുമില്ല, ഒരു തെളിവ് നിരത്താനില്ല. തെളിവില്ലാത്ത വാദയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇല്ല അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നല്ലാതെ. ഞാൻ നിങ്ങൾക്ക് നൽകി. ശൈത്താൻ ഒരുപാട് വാദകൾ നമുക്ക് നൽകും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇന്നത് ചെയ്തോ എന്ന്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എതിരായി പ്രവർത്തിക്കാൻ ശൈത്താൻ നമ്മൾ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന് ശൈത്താന്റെ പക്കൽ തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ശൈത്താൻ പറയാണ്, എന്റെ പക്കൽ ആ പറയപ്പെട്ട വാദങ്ങൾക്ക് തെളിവൊന്നുമില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഇല്ല അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോ. ഈ ശിക്ഷയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം എന്താ? നിങ്ങൾ ഒരു തെളിവില്ലാതെ പറഞ്ഞ് എന്നെ ഫോളോ ചെയ്തിട്ടാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ തെളിവ് നോക്കിയില്ല. എനിക്ക് അതിനൊരു തെളിവുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് സുഖ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകി. ആ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങളങ്ങ് വിശ്വസിച്ച് എനിക്ക് ഉത്തരം നൽകി. കുറ്റക്കാർ നിങ്ങൾ തന്നെയാണ്. ഫലൂമു അൻഫുസകും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ സ്വന്തം നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോ. മാ അന ബിമുസ്രിഹികും വമാ അൻതും ബിമുസ്രിഹിയ്യ, എനിക്ക് നിങ്ങളെയും സഹായിക്കാൻ കഴിയൂല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയൂല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ പങ്കാക്കിയ കാര്യത്തെ ഞാൻ നിഷേധിക്കാം. നിങ്ങൾ അള്ളാഹുവിനോട് എന്നെ പങ്കാക്കി, അള്ളാഹിനെ അനുസരിക്കുന്നത് പോലെ എന്നെ അനുസരിച്ചു, അള്ളാഹുവിനെ കീഴ്പ്പെടേണ്ടതുപോലെ എനിക്ക് കീഴ്പ്പെട്ടു. നിങ്ങൾ പങ്കാക്കിയതിൽ നിന്നും, നിങ്ങൾ എന്നെ ശിർക്ക് വെച്ചതിൽ നിന്നും ഞാനതിനെ നിഷേധിക്കുകയാണ്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, തീർച്ചയായും അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ശൈത്താൻ നരകക്കാരോട് പറയും.
ഇത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര പ്രയാസമായിരിക്കും. മാനസിക ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ട് ആ പ്രയാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയ ആള് നമ്മളെ പറയാണ്, നിന്നോടാരാ പറഞ്ഞത് എന്നെ കേൾക്കാൻ? ഞാൻ പറഞ്ഞ പോലെ വരാൻ നിന്നോടാരാ പറഞ്ഞത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയ പോലായിരുന്നോ? ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ട് നീ അനുഭവിച്ചോ, അപ്പോഴേ ആലോചിക്കണമായിരുന്നു, ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്യല എന്നൊക്കെ നമ്മൾ കൂടെ നിന്ന ഒരാൾ നമ്മൾ പറഞ്ഞാൽ ഞാൻ ഉണ്ടാവും. മാനസികമായി നമ്മൾ തളർന്നു പോകും. ശൈത്താൻ അവിടെ നമ്മൾ അങ്ങ് മാനസികമായി തളർന്നു. ഇതൊരു മാനസിക ശിക്ഷയാണ്. നരകത്തിൽ നിന്ന് കിട്ടുന്ന മനസ്സിന് ഭയങ്കര ഭാരമായിരിക്കും. ഇവനനുസരിച്ചിട്ടല്ലേ ദുനിയാവ് ഈ സുഖവും സൗകര്യങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചത്, അള്ളാന്റെ കൽപ്പനയും നിരോധന നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചത്. ഇപ്പൊ പറയുന്ന നോക്കിയേ, സ്വന്തം അനുഭവിച്ചോ, ഇത് വല്ലാത്ത ചതിയായി പോയി എന്ന മാനസികമായ ഒരു പ്രയാസം അന്ന് മുഅ്മിനീങ്ങൾ നരകത്തിന്റെ ആൾക്കാർക്ക് ഉണ്ടാകുമെന്നാണ്. ഇതാണ് മുഅല്ലിഫ് അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് ഇബ്നു വഹബ് അൽ ഖഹ്താനി റഹിമഹുല്ലാ കൊണ്ടുവന്ന ഒരു ആയത്ത്. ഈ ആയത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഉപ്പ സഅദ് ഇബ്നു വഹബ് അൽ ഖഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹി, സഈദ് ഇബ്നു വഹബ് അൽ ഖഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹി വേറെ ഒരുപാട് ആയത്തുകൾ കൊണ്ടുവരുന്നുണ്ട്. മാനസികമായി തളർന്നു പോകുന്ന, നാളെ പരലോകത്ത് നരകക്കാർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ആകെ പ്രയാസപ്പെട്ടു പോകുന്ന രംഗങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അദ്ദേഹം അതിന് താഴെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഈ കിതാബിൽ, അദ്ദേഹത്തിന്റെ മറ്റൊരു കിതാബിൽ വേറെ കുറെ ആയത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ താഴെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഉപ്പ ആയത്തുകളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ആയത്ത്, അലം തകുൻ ആയാതി തുത്ല അലൈക്കും, എൻ്റെ ആയാത്തുകൾ നിങ്ങളുടെ മേൽ ഓതപ്പെട്ടിരുന്നില്ലേ? എന്റെ കൽപ്പനകളും, അള്ളാഹുവിന്റെ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അള്ളാഹുവിന്റെ ഹിദായാത്തുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിരോധനങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെയാണ് അള്ളാഹുവിന്റെ ആയാത്തുകൾ. അത് ഓതപ്പെട്ടിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ അതിനൊക്കെ കളവാക്കി. നാളെ പരലോകത്തുനിന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നേർക്കുനേരെ പറയുന്ന വർത്തനാണ്. എത്ര ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടിട്ടുണ്ട്. ഇത് ഹറാമാണ്, ഇതാണ് വാജിബ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്ത ഇന്ന ശിക്ഷയുണ്ട് എന്നുള്ള എത്ര ആയാത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടു. ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ. അപ്പോൾ നരകത്തിലുള്ള ആൾക്കാർ പറയും, കാലൂ റബ്ബനാ ഗലബത് അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. റബ്ബേ, നമ്മുടെ ദൗർഭാഗ്യം അത് നമ്മളിൽ മികച്ചുപോയി, നമ്മൾ വൈവേച്ച ആളായിരിക്കുന്നു. ദൗർഭാഗ്യത്തിൽ ചെയ്തു പോയതാണ്, പെട്ടുപോയി, അങ്ങനെയൊക്കെ ആയിപ്പോയി. എന്താ ചെയ്യാ? നമ്മൾ പേച്ചു പോയി റബ്ബേ. അതുകൊണ്ട് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഈ നരകത്ത് നിന്ന് പുറത്തെടുത്ത്. ഇനി നമ്മൾ ആവർത്തിച്ചാൽ നമ്മളെ അക്രമിയായിട്ട് കണ്ടോ? ഇനി ആവർത്തിക്കൂല. ഇനി ആവർത്തിച്ചതെങ്കിൽ അക്രമിയായിട്ട് കണ്ടോ? ഇപ്പൊ ഒന്ന് പുറത്തെടുത്ത്. അങ്ങനെ പറ്റിപ്പോയി, സംഭവിച്ചു പോയി, നമ്മൾ പേച്ചു പോയി എന്ന് നിരാശയോടെ നരകത്തിന്റെ അഹ്ലുകാരെന്ന് പറയും. പക്ഷെ അവിടെ എന്തില്ല? ഒരു മടക്കുമില്ല. അത് ദുനിയാവുന്നാണെങ്കിലും ഓക്കെ, ദുനിയാവെന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ തൗബ ചെയ്യാൻ അവസരമുണ്ട്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തൗബ ചെയ്യാൻ അവസരമുണ്ട്. രണ്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തൗബയില്ല. പരലോകത്ത് പിന്നെന്തില്ല? ഒരു മടക്കമില്ല. അന്ന് നീ പോയിട്ട് നല്ല അമൽ ചെയ്തിട്ട് വാ എന്ന് പറയലില്ല, ചെയ്തത് അനുഭവിക്കേണ്ടി വരും. അപ്പോ അവിടുന്ന് പറയണവർ അഖ്രിജ്നാ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ, നമ്മൾ ആവർത്തിക്കുകയാണ് എങ്കിൽ ഫഇന്നാ ളാലിമൂൻ. അപ്പോൾ അല്ലാഹു പറയും ഖാലഖ്സൗ ഫിഹാ, നിങ്ങൾ അവിടെ നിന്ദ്യരാക്, അവിടെ നിന്ദ്യനായി കഴിഞ്ഞു കൂടിക്കോ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭാരമായിരിക്കും. അല്ലാഹു പറയാം ഇഖ്സൗ ഫിഹാ, നിങ്ങൾ അവിടെ നിന്ദ്യരായിട്ട് കഴിഞ്ഞു കൂടിക്കോ. വലാ തുകല്ലിമൂൻ, എന്നോട് സംസാരിക്കാൻ വരണ്ട, എന്നോട് ഇപ്പം മിണ്ടാനൊന്നും വരണ്ട, നിങ്ങൾ അവിടെ നിന്ദ്യരായിട്ട് കഴിഞ്ഞു കൂടിക്കുമെന്ന് ഞങ്ങൾക്ക് അല്ലാഹു പറയും. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. എൻ്റെ വിശ്വാസികളായ ചില അടിമകള്, എന്നെ അംഗീകരിച്ച ആൾക്കാര്, അവർ പറയും റബ്ബനാ ആമന്നാ, റബ്ബേ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ വർഹംനാ, നമുക്ക് പുറത്തേറിനെ, നമ്മോട് കരുണ കാണിക്കണേ, നീ കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് എൻ്റെ നല്ല അടിമകൾ പറഞ്ഞപ്പോ, അതായത് മുഅ്മിനീങ്ങൾ അവർ ദീനനുസരിച്ച് ജീവിക്കുമ്പോ, ദീനിന്റെ ഷിയാറുകൾ കൊണ്ടടക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പലരും കളിയാക്കും, കണ്ണിറുക്കി കാണിക്കും. മുമ്പിലെ ദീനി, മുമ്പിലെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന
രംഗങ്ങൾ മുനാഫിക്കങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു സൂറത്തുൽ മുത്തഫിഫിനൊക്കെ പറയുന്നുണ്ട്. നടന്നു പോകുമ്പോൾ കണ്ണിറുക്കി കാണിക്കും, ഓ വലിയ ദീനുള്ള ആള്, വലിയ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ കുറച്ച് ഇബാദുകൾ ദീനനുസരിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ അടിമകളെ കളിയാക്കി, കൊച്ചാക്കി കണ്ടു, അവരെ തരണ്ടായിട്ട് നിങ്ങൾ കണ്ടു. എന്റെ ദിക്റിനെ അത് നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു. ആ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ നിങ്ങൾ കളിയാക്കി ചിരിക്കുമായിരുന്നു. ദീനനുസരിച്ച് ജീവിക്കുമ്പോ ദീന് ഇപ്പൊ അത് അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായി തോന്നുന്ന ഒരു യുവ തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കുന്നവർക്ക് അറിയാം. ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ദീനി വിഷയങ്ങൾ പറയല് തന്നെ ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ അത് ശരിക്കും പഠിപ്പിക്കപ്പെടുക. ദീൻ എന്ന ചർച്ചയില്ലാത്ത അവസ്ഥ. ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുതരം മാനസിക അസ്വസ്ഥത. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ, ദീനി വിഷയങ്ങൾ പറയുമ്പോൾ അതൊന്നും ഇവിടെ വേണ്ട. ആ രീതിയിൽ ദീനിനെ താടി വളർത്തുന്നവരെ, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ പരിഹാസപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ക്യാമ്പസുകൾക്ക് സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ദീൻ വിടുന്ന അവസ്ഥയാണ്. ദീനനുസരിച്ച് ജീവിക്കുന്നവരെ കളിയാക്കാണ്. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അവരെങ്ങനെ കണ്ടിരുന്നു? നിങ്ങൾ എന്നെ, എന്റെ മുഅ്മിനീങ്ങളെ നിന്ദ്യമായി കണ്ടു, എന്റെ ദിക്റിനെ നിങ്ങൾ മറപ്പിച്ചു കളഞ്ഞു, നിങ്ങൾ അവരെ നോക്കിയിട്ട് കളിയാക്കി ചിരിക്കുമായിരുന്നു എന്ന്. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. അവർ അന്ന് ക്ഷമിച്ചിരുന്നു, ആ ക്ഷമിച്ചതിന് പകരമായി ഇന്ന് ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കും. നരകക്കാരോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നരകക്കാർക്ക് ഭയങ്കര പ്രയാസവും. ഇന്ന് അവരാണ് വിജയിച്ച ആൾക്കാര്. ദുനിയാവില് എല്ലാ അർത്ഥത്തിലും പരാജയമാണ് എന്ന് എല്ലാരും പറഞ്ഞ, ഒരു ദുനിയാവും അറിയില്ല, വെറും ദീനനുസരിച്ച് ജീവിക്കുന്നു, വെറും സുന്നത്തനുസരിച്ച് ജീവിക്കുന്നു, ഓർക്ക് ദിക്റും ദുആവും ഉള്ളൂ, നിസ്കാരവും നോമ്പും ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിയ ആൾക്കാർ, കളിയാക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ അവരാണ് വിജയികൾ. അല്ലാഹു പറയാണ്, ഇന്ന് അവരാണ് വിജയി. അന്നഹും ഹുമുൽ ഫായിസൂൻ. അവർ ദുനിയാവിൽ ക്ഷമിച്ചതിന് നാം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇത് ഈ റിസൾട്ട് അവിടെ അനുഭവിക്കുമ്പോൾ പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചത്, ശരിക്കും മാനസികമായിട്ട് തളർന്നു പോകും. കാരണം അങ്ങനെ ജീവിച്ച ആൾക്കാർ കണ്ടിട്ടുണ്ട്, ജീവിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട്, അവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കളിയാക്കിയിട്ട് മോഡേണായി ജീവിച്ച് അതൊന്നും ശരിയല്ല എന്ന് മനസ്സിൽ പുച്ഛഭാവത്തോടെ കണ്ട ആൾക്കാർ പിന്നീട് അതാണ് ശരിയെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹനായി നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ട ആളായി പോവുക. അതാണ് അവിടെ നരകക്കാർക്ക് ഉണ്ടാകുക എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവരൊരു എന്താ പറയാ, ആകെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം മുമ്പിലുണ്ടായി, എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന മാനസിക ഭാരം അന്ന് നരകക്കാർക്ക് ഉണ്ടാകും എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലെ 111, 105 മുതൽ 111 വരെയുള്ള ആയത്താണ്. അതേപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നരകക്കാരെ സംബന്ധിച്ച് പറയുന്നത്, ഇന്നല്ലദീന കഫറു യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും. നരകക്കാരോട് അവരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇപ്പൊ ഉണ്ടാകുന്ന ദേഷ്യം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ ദേഷ്യം അള്ളാന്റെ ദേഷ്യമാണ്. അപ്പം അള്ള നിങ്ങളെ ക്ഷണിച്ചിട്ട് അന്ന് നിങ്ങൾ ഉത്തരം നൽകിയില്ലല്ലോ, അന്നുണ്ടായ ആ ദേഷ്യം. ഇത് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ. നിങ്ങൾ ഈമാനിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾ അതിനെ കളവാക്കുകയും ചെയ്തു. അന്ന് അള്ളാഹ്ക്ക് നിങ്ങളുണ്ടായ ദേഷ്യം ഇന്ന് നിങ്ങൾക്കുള്ള ദേഷ്യത്തെക്കാൾ വലിയ ദേഷ്യമാണ് എന്ന്. അന്ന് ഭയങ്കര പ്രയാസത്തിലും ദേഷ്യത്തിലൊക്കെ ആയിരിക്കും, വിരൽ കടിക്കും, അള്ളാഹ് പറഞ്ഞ പോലെ പല്ല് ഇറുമ്പി പിടിക്കും, കടിച്ചു പിടിക്കും, ആകെ അസ്വസ്ഥരായി മാറും. ഇതൊക്കെ കാണുമ്പോൾ എല്ലാം യാഥാർത്ഥ്യത്തിൽ കാണാം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നമ്മള് അവിടെ മുഅ്മിനൂൻ എന്നുള്ള ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടില്ല, സാലിഹൂൻ എന്നുള്ള പ്രയോഗിച്ചതിന്റെ ഫർക്കം പറഞ്ഞില്ലേ, അവിടെ അതൊക്കെ അവർ അംഗീകരിക്കും, വിശ്വസിക്കും, ഒക്കെ ബോധ്യപ്പെടും. അപ്പോൾ ആകെ മാനസികമായി തളർന്നു പോകുമെന്ന്. ഇത് മാനസികമായ ശിക്ഷയിൽപ്പെട്ടതാണ്. അല്ലാഹു പറയും, കാലു, അപ്പൊ അവർ പറയും, റബ്ബന അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവേ, നീ നമ്മൾ 2 പ്രാവശ്യം മരിപ്പിച്ചു, 2 പ്രാവശ്യം ജീവിപ്പിച്ചു, നമുക്ക് നമ്മുടെ തെറ്റ് ബോധ്യായി,
ഇതിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിസ്സഹായരായി അന്നവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹു പറയും, ദാലികും ബിഅന്നഹു ഇദാ ദുഇയ അല്ലാഹു വഹ്ദഹു കഫർതും വഇൻ യുശ്റക ബിഹി തുഅ്മിനൂ ഫൽഹുക്മു ലില്ലാഹി അൽ അലിയിൽ കബീർ. അതെന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ആവാൻ കാരണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കണം, തൗഹീദ് അള്ളാഹുവിന് മാത്രം നൽകണം, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്നവരോട് നിങ്ങളോട് പറയപ്പെട്ടപ്പോൾ നിങ്ങൾ ഇതിനെ കളവാക്കി. എന്നാൽ അള്ളാഹുവിനോട് പങ്കാക്കിയപ്പോൾ, അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് നൽകപ്പെട്ടപ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് വലിയവനും ഉന്നതനുമായ അള്ളാഹുവിൻ്റെതാണ് വിധിയെന്ന്, അള്ളാഹുവാണ് തീരുമാനിക്കാൻ. നിങ്ങൾക്ക് എന്തില്ല, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പം പല രീതിയിൽ അവർ ചോദിക്കുന്ന രംഗങ്ങൾ പറയാം. ഒന്ന് ഫഹൽ മിൻ ഖുറൂജ് ഫഹൽ ഇലാ ഖുറൂജ് മിൻ സബീൽ, പുറത്തേക്ക് വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ റബ്ബേ, എന്തെങ്കിലും ഒഴിവ് കഴിവുണ്ടോ, മാപ്പ് തരാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് കേണപേക്ഷിക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ മടക്ക്, നമ്മൾ ഒന്നും കൂടെ ചെയ്യാം, ഇനി നമ്മൾ ഇതേപോലെ ആവർത്തിക്കൂല എന്ന് പറയുന്ന അവസ്ഥ. മറ്റൊരായ സുഹൃത്ത് ഗാഫിറിൽ അല്ലാഹു പറഞ്ഞതാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം, നരകത്തിലുള്ള ആൾക്കാര് നരകത്തിലെ കാവൽക്കാരോട് പറയും, ഉദ്ഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ ഒന്ന് വിളിക്ക്, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ശിക്ഷ ഒന്ന് കുറക്കാൻ പറയും. ഈ ശിക്ഷ സഹിക്കാൻ കഴിയുന്നില്ല, ഈ ശിക്ഷ കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടി പറയും എന്ന് നരകത്തിന്റെ ആൾക്കാര് നരകത്തിന്റെ കാവൽക്കാരോട് പറയുന്നതാണ്. ഇതൊക്കെ മാനസിക പ്രയാസം. ഒരു തടങ്കിൽ അടക്കപ്പെട്ട ഒരാള് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള അസ്വസ്ഥത, അല്ലാത്ത പ്രയാസം, ഇതൊക്കെ നരകക്കാർ മാനസികമായി തളർന്നു പോകുന്ന രംഗങ്ങളാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞത്. ഖാലൂ അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത് ഖാലൂ ബലാ. അപ്പോൾ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കും, നിങ്ങൾക്ക് പ്രവാചകന്മാർ തെളിവുകളുമായി വന്നിട്ടില്ലേ? നിങ്ങൾ സ്വർഗവും നരകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ലേ? അവർ അള്ളാന്റെ ആയാത്തുകൾ ഓയി തന്നിട്ടില്ലേ? ഉള്ളവരൊരു അതെ ഓയി തന്നിരുന്നു. പിന്നെന്താ ചെയ്തത്? ഖാലൂ ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ദലാൽ. അങ്ങനെ നിങ്ങൾക്ക് ഓയി തന്നിട്ടുണ്ടെങ്കിൽ, അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ ദുആ ചെയ്തോ. കാഫിരീങ്ങളുടെ ദുആ വൈകേടിലല്ലാതെ അല്ല, എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വിലപിച്ചിട്ട് കാര്യമില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല, സഹിച്ചേ പറ്റൂ എന്ന് നരകത്തിന്റെ കാവൽക്കാർ അവരോട് പറയുമെന്ന്. മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, വനാദൗ യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക, മാലിക്, നിന്റെ റബ്ബിനോട് നമ്മുടെ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറയും, ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അപ്പൊ മാലിക്, നരകം കാക്കുന്ന മലക്ക് പറയും, ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്, ഇവിടുന്ന് പുറത്തിറക്കാൻ കഴിയില്ല. തീയിലും ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ പുറത്തെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള നെട്ടോട്ടം, ആ മനപ്രയാസം മാലിക് എന്ന് പറയുന്ന നരകത്തെ കാക്കുന്ന മലക്കവരെയാണ്, ഇന്നക്കും മാക്കിസൂ, നിങ്ങൾ ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത്. ലഖദ് ജിഇനാകും ബിൽ ഹഖ്, ദുനിയാവിൽ നിങ്ങൾക്ക് സത്യവുമായി നമ്മൾ വന്നിരുന്നു. അന്ന് നിങ്ങൾ എന്ത് ചെയ്തു? വലാകിന്ന അക്സറകും ലിൽ ഹഖി കാരിഹൂൻ, നിങ്ങൾ അധികം പേരും സത്യത്തെ വെറുക്കുന്ന ആൾക്കാരായിരുന്നു, അത് അംഗീകരിച്ചിട്ടില്ല. ഇത് ഇത്രയും ആയാത്തുകള് നാളെ പരലോകത്ത് നരകവാസികൾ മാനസികമായി തളരുന്ന രംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് ഒരു ശിക്ഷ, മാനസികമായിട്ട് നരകാവാസികൾക്ക് ശിക്ഷയുണ്ടാകും. ഈ ആയത്തുകളൊക്കെ അതാണ് അറിയിക്കുന്നത്. ഓരോ പുറത്തു വരാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങളെ കേട്ടിട്ടില്ലല്ലോ, സഹിച്ചോ, അവിടെ തന്നെ കിടന്നോ, വരാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, മാനസികമായി നരകക്കാർ തളർന്നു പോവുകയാണ്. ഇതാണ് ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ ശാരീരികമായ ശിക്ഷയാണ്. അതിൽ ഒന്നാമത്തേത് അവർ തീയിലിടപ്പെടുന്നു എന്നുള്ളതാണ്. നരകക്കാർക്കുള്ള ശിക്ഷ അവർ തീയിലിടപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തേത് അവർക്ക് ഭക്ഷിക്കാൻ നൽകപ്പെടുക സക്കൂം എന്ന മരമാണ്. സക്കൂം എന്ന മരത്തിന്റെ കായ്ക്കനികളാണ്, മരത്തെയാണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ശാരീരികമായി അവർ അനുഭവിക്കുന്ന ഒരു ശിക്ഷയാണ്. മാനസികമായി അനുഭവിക്കുന്ന മറ്റൊരു ശിക്ഷ, ഒരു ശിക്ഷയും കൂടി ഉണ്ട്.
അത് ഏറ്റവും വലിയ ശിക്ഷയായി മാനസികമായി അനുഭവിക്കുന്ന അത് നാളെ പരലോകത്ത് ഇവർക്ക് അള്ളാഹെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിനെ തടഞ്ഞു വെക്കപ്പെടും. അള്ളാഹുവിനെ കാണാൻ കാഫിറുകൾക്ക് സാധിക്കുകയില്ലെന്ന്. അത് മാനസികമായിട്ടുള്ള വലിയ ശിക്ഷയായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്ന് അവർ റബ്ബിനെ തൊട്ട് തടയപ്പെടുന്നവരായിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹിനെ കണ്ടുമുട്ടലാണ്. അള്ളാഹുവിന്റെ വജ്ഹ് റുയ്യത്ത് വജ്ഹില്ല. അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷയും മാനസികമായ ശിക്ഷയും എന്താണ്? അത് കാണാൻ പറ്റാണ്ടാകലാണ്. അള്ളാഹുവിനെ കാണോ ഇല്ലയോ എന്ന വിഷയത്തിൽ വിധേയകൾക്കിടയിൽ ചർച്ചയുണ്ട്. അഹ്ലുസുന്ന ഇത്തിഫാഖാണ്, ഇജ്മാഅാണ് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുമെന്നുള്ളത്. എന്നാൽ വിധേയകളിൽ ചിലർ അള്ളാഹുവിന്റെ കാഴ്ചയെ നിഷേധിച്ചിട്ടുണ്ട്. ജഹ്മികളെ പോലെ, മുഅ്തസിലികളെ പോലെ, അശ്അരികളെ പോലെയുള്ള ആൾക്കാർ അള്ളാഹുവിന്റെ റുയ്യത്തിനെ നിഷേധിച്ച ആൾക്കാരാണ്. കാഫിറുകൾക്കുള്ള ശിക്ഷയായിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? അവർക്ക് നാളെ അള്ളാഹുവിനെ കാണാൻ പറ്റുകയില്ല. അവർ ഓപ്പോസിറ്റ് എന്താണ്? മുഅ്മിനീങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും എന്നതാണ്. രണ്ടാമത്തെ ഹിസ്സിയായ ശിക്ഷ, ശരീരം കൊണ്ട് അനുഭവിക്കുന്ന, ശാരീരികമായി അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ. ഖുർആനിൽ ഒരുപാട് ആയാത്തുകളിലൂടെ ശാരീരികമായി അനുഭവിക്കുന്ന പല ശിക്ഷകളും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും ആ ഓരോ ശിക്ഷയും അനുഭവിക്കുകയും ചെയ്യും. അത് മൊത്തത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നൽ മുജ്രിമീന ഫി അദാബി ജഹന്നമ ഖാലിദൂൻ. തീർച്ചയായും മുജ്രിമുകൾ, കാഫിറുകളും മുനാഫിഖുകളും പാപം ചെയ്യുന്നവരും അവർ ഫി അദാബി ജഹന്നമ ഖാലിദൂൻ, നരകത്തിന്റെ ശിക്ഷയിൽ കാലാകാലമാണ് എന്ന്. ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. അതിലൊന്നും കുറക്കപ്പെടുകയില്ല. അവർ അവിടെ നിരാശയറ്റവരായി അവിടെ കഴിഞ്ഞുകൂടും. നിരാശയോടെ അവരുടെ കഴിഞ്ഞുകൂടുന്നതാണ് എന്ന്. അള്ളാഹു പറഞ്ഞു, ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ. നിങ്ങൾ ആസ്വദിച്ചോ, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ അധികരിപ്പിച്ചു തരികയില്ല എന്ന്. ഭയങ്കരമായ ശിക്ഷകൾ നാളെ നരകത്തിന്റെ ആൾക്കാർക്ക് അനുഭവിക്കാനുണ്ട് എന്നാണ്. മറ്റൊരു അള്ളാഹു പറഞ്ഞത്, വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്തഅ അംആഹും. അവർക്ക് കഠിന ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടും. അങ്ങനെ അവരുടെ കുടൽമാലകൾ വയറിന്റെ ഉള്ളിൽ കത്തിക്കരിയും, മുറിച്ചു കളയും. ചൂടുവെള്ളം ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അങ്ങനെയുള്ള കടുത്ത ചൂടുള്ള വെള്ളം അവർക്ക് നൽകപ്പെടും എന്നാണ്. ഇങ്ങനെ നൽകപ്പെടുന്ന ശിക്ഷകൾ പ്രധാനപ്പെട്ട ഒന്ന് തീയാണ്. നരകത്തിലാണ് അവരുള്ളത്. നരകം എന്ന് പറഞ്ഞാൽ തീയാണ്. തീ കുണ്ടാരമാണ് നരകം. തീയിലാണ് എപ്പോഴും അവരുണ്ടാകുക. തീയിൽ വെന്തെരിയും അവർ. അതുപോലെ തന്നെ ചീഞ്ചലവും സക്കൂം എന്ന മരത്തിലെ കായ്ക്കനികളുമാണ് അവർക്ക് തിന്നാൻ നൽകപ്പെടുക എന്ന്. സക്കൂം എന്ന മരത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത്, ഇന്ന ശജറത സക്കൂം തആമുൽ അസീം. ശജറത്തു സക്കൂം എന്നുള്ളത് തആമുൽ അസീം, കുറ്റവാളികളുടെ ഭക്ഷണമാണ് എന്നാണ്. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗല്ലിൽ ഹമീം ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഇൽ ജഹീം ثم صبوا فوق رأسهم من عذاب الحميم ذق إنك أنت العزيز الكريم. ഭയങ്കരമായ ശിക്ഷയാണ് പറയുന്നത്. അത് കഴിക്കുമ്പോൾ, നരകത്തിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരമാകെ ചുട്ട് പൊള്ളി പുറത്തു വരും, പതച്ച് പൊന്തുമെന്നാണ്. പതച്ച് പൊന്തി വരും. ചൂടുള്ള പാത്രം തിളച്ച് പൊന്തുന്നത് പോലെ ശരീരമാസകലം തിളച്ച് പൊന്തുമെന്നാണ്. വല്ല പറയും, ആസ്വദിച്ചോ, ഇവന്റെ ഇസ്സത്തുള്ള ആളായിട്ടും മാന്യനായിട്ട് ജീവിച്ചല്ലേ ദുനിയാവില്. നീ ദുനിയാവിൽ ജീവിച്ചത് അതൊക്കെ ഇസ്സത്താന്നല്ലേ? ആ ഇസ്സത്താ നീ കണ്ടതല്ല യഥാർത്ഥത്തിൽ ഇസ്സത്ത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിരോധനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്സത്ത്. അതുകൊണ്ട് ആസ്വദിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നരകക്കാരോട് പറയും, ആസ്വദിച്ചോ, കഴിക്കുന്ന പറയും. ഈ ശജറത്തു സക്കൂമിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സാഫാത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സ്വർഗ്ഗക്കാരുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറഞ്ഞതിന് ശേഷം പറയാണ്, അദാലിക ഖൈറുൻ. ഈ സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളാണോ, സൽക്കാരമായി കിട്ടുന്ന, നുസുലായി കിട്ടുന്ന ആ അനുഗ്രഹങ്ങളാണോ ഖൈറ്? അം ശജറത്തു സക്കൂം. അതല്ല, ശജറത്തു സക്കൂം ആണോ ഖൈറ്? എന്താണ്? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ. ശജറത്തു സക്കൂമിനെ നമ്മൾ അക്രമികൾക്കുള്ള ഒരു ഫിത്നാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫി അസ്ലിൽ ജഹീം. നരകത്തിൽ നിന്ന് തന്നെ മുളച്ചു പൊന്തിയ ഒരു മരമാണത്. തൽഉഹാ കഅന്നഹു റൂസു ശയാതീൻ. ശജറത്തു സക്കൂമിന്റെ
കുല അത് ശൈത്താന്മാരുടെ തല പോലെ ഉണ്ടാകുമെന്നാണ്. ആ മരത്തിൽ നിന്നുമാണ് അവർ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ചവർ വയറ് നിറക്കുന്നതാണ് എന്ന്. അത് കഴിക്കുന്ന മാത്രമല്ല, അതോടൊപ്പം തന്നെ ചൂടുള്ള വെള്ളം അവർക്ക് കുടിക്കാനും ഒരു ഓഹരിയായി നൽകപ്പെടുന്നതാണ്. പിന്നെ അവിടെ തന്നെയാണ്, ആ നരകത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൂടേണ്ടിയും വരിക എന്ന്. ഇതാണ് ഷജറത്തുസ് സഖൂം. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാർക്ക് കിട്ടുന്ന ചില ശിക്ഷകൾ വിശദീകരിച്ച് പറയാൻ, സൂറത്തുൽ വാഖിയയിൽ ഇടതുപക്ഷക്കാർ എന്താണ് അവിടെ അവസ്ഥ? ഫീ സമൂമിൻ വഹമീം, അവർ സമൂമിലും ഹമീമിലുമാണ്. സമൂം എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റ്, അടിച്ചു വീശുമ്പോൾ ശരീരത്തിന് പൊള്ളലേൽക്കുന്ന കാറ്റ്. വഹമീം, ചൂടുവെള്ളത്തിലുമാണ് അവർ, തിളച്ചു മറിയുന്ന ചൂടുവെള്ളത്തിലുമാണ് അവർ ഉണ്ടാകുക. തീ ആളിക്കത്തി ഉണ്ടായ കരിമ്പുകയുടെ തണലിലുമായിരിക്കും അവരുണ്ടാകുക. ലാ ബാരിദിൻ വലാ കരീം, അവർക്ക് അവിടെ സുഖമോ തണുപ്പോ ഉണ്ടാകുകയില്ല. നരകക്കാർക്ക് കിട്ടുന്ന ശിക്ഷ അവരുന്നത് കരിമ്പുകയാണ്. മൊത്തം അന്തരീക്ഷമാസകലം കരിമ്പുകയാണ്. ചൂടുവെള്ളം, തിളച്ചു കൊള്ളുന്ന വെള്ളം, അടിച്ചു വീശുന്ന കാറ്റോ ഉഷ്ണക്കാറ്റാണ്, ചൂടുള്ള കാറ്റുമാണ്. അത് ശരീരം തട്ടുമ്പോൾ ശരീരമാകെ പൊള്ളും. അങ്ങനെയുള്ള കാറ്റാണ് അടിച്ചു വീശുന്നത്. എന്താ കാരണം? ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ. കാരണം മരണത്തിന് മുമ്പ് ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സുഖലോലുപന്മാരായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ല എന്നതാണ്. തന്നിഷ്ടപ്രകാരം രണ്ട് വഴിയാണ് നമ്മുടെ ദുനിയാവിലുള്ളത്. ഒന്ന് മുതാബഅത്തുൽ ഹുദ, രണ്ട് മുതാബഅത്തുൽ ഹവ. മുതാബഅത്തുൽ ഹുദ ഖുർആന്റെയും സുന്നത്തിന്റെയും വഴിയാണ്. അതാണ് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ, ഖുർആനെയും സുന്നത്തിനെയും ഫോളോ ചെയ്ത് ജീവിച്ചവർ. രണ്ട് മുതാബഅത്തുൽ ഹവ, ദേഹേച്ഛയെ ഫോളോ ചെയ്തവർ, ഖുർആനും സുന്നത്തിനും എതിരായി ജീവിച്ചവർ, അവരാണ് മുത്രഫുകൾ, സുഖലോലുപന്മാർ. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ വകാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം. അവർ ഭയങ്കരമായ ഒരു തെറ്റിൽ ഉറച്ചു നിന്നവരായിരുന്നു. ചില ഉലമാക്കൾ എഴുതിയത് ശിർക്കാണ് എന്നാണ്. വകാനു യഖൂലൂന ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. അവർ ചോദിക്കുകയും ചെയ്യായിരുന്നു, നമ്മൾ മരിച്ച് എല്ലും മണ്ണൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാണോ നിങ്ങൾ വാദ ചെയ്യുന്നത്? നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടാവും. ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവരും. സുഖലോൽപന്മാർ എപ്പോഴും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞത് അത് അവരുടെ ഒരു ദൗർബല്യമാണ് എന്നാണ്. എന്തിനാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നത്? അവരുടെ ഈ അവരെ ആസ്വദിക്കുന്ന ഈ ഹറാമുകൾ, ഈ സുഖലോലുപതകൾ, അത് ശരിയല്ലാത്ത റൂട്ടിലാണ് എന്ന് അവർക്ക് ബോധ്യമാണ്. പക്ഷെ അവർക്കത് ആസ്വദിക്കണമെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളെ തള്ളണം. മരിച്ച ശേഷം ജീവിതമുണ്ട് എന്ന് അംഗീകരിക്കുന്നവർക്ക് അത് കഴിയില്ല. അപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അവർ തള്ളുന്നത്. മക്കത്തെ മുശ്രിക്കുകളും ഇതേ അവസ്ഥക്കാരായിരുന്നു. അതാണ് അമ്മയതസാഅലൂൻ അനിൻ നബയിൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ എന്ന് പറഞ്ഞ ആയത്തിന് വിശദീകരിച്ചിട്ടുള്ള മക്കൾ എഴുതിയിട്ടുണ്ട്. അമ്മയതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം? അനിൻ നബയിൽ അലീം, അന്നബഉൽ അലീം, ആ ഭയങ്കര വൃത്താന്തത്തെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അവർ ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരാണ് എന്ന്. ആ വിഷയം എന്താണ്? ചിലർ പറഞ്ഞത് ഖുർആനെ സംബന്ധിച്ചാണ്, ചിലർ പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് മക്കത്തെ മുശ്രിക്കിന് എപ്പോഴും ഒരു ആകുലതയാണ്. അത് കേൾക്കുന്നു സഹാബാക്കളിൽ നിന്ന്, റസൂലയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം സഹാബാക്കൾ ഇങ്ങനെ നീണ്ട താടിയുള്ളവരായി, ദിക്ർ ചെയ്യുന്നവരായി, ദുആ ചെയ്യുന്നവരായി, നിസ്കരിക്കുന്നവരായി, നോമ്പ് നോക്കുന്നവരായി, മുഖത്ത് നല്ല പ്രസന്നത ഉള്ളവരായി ഇങ്ങനെ കാണുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ സഹാബാക്കൾക്ക് പറ്റി പറയും, നിങ്ങളുടെ മുഹമ്മദ് നിങ്ങൾക്ക് വാദ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്, പെണ്ണ് പിടിക്കാതെ, കള്ളു കുടിക്കാതെ, ചീട്ട് കളിക്കാതെ, പരിചയം ഏർപ്പെടാതെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് മുഹമ്മദ് മരിച്ചതിന് ശേഷം ജീവിതം ഉണ്ടെന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ വെറുതെ പറയാണ് നിങ്ങൾക്ക് വാദനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ എത്രയോ വിദൂരം, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ?
ഒന്ന്, അവരെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രയാസം. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടായാലോ കുടുങ്ങുമല്ലോ. ഇനി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ട് അംഗീകരിക്കാനോ ഈ സുഖങ്ങളൊന്നും ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സുഖങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് പറയും? അങ്ങനൊന്നില്ല. അങ്ങ് എന്താ പറയാ, കണ്ണടിച്ചിട്ട് പാൽ കുടിക്കാന്ന് പറയില്ലേ, ആരും കാണില്ല, അങ്ങനൊന്നില്ല എന്നങ്ങ് സ്വയം വിലയിരുത്തണം. അങ്ങനൊന്നില്ല ഇത് ചെയ്യും. പിന്നെ ഈ സഹാബകൾ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടാവുമോ? അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. അപ്പോൾ അതിലിങ്ങനെ അഭിപ്രായ ഭിന്നരാണ്. ചിലപ്പോൾ ഉണ്ടായേക്കാം, ഉണ്ടാവുകയൊന്നും ചെയ്യില്ല. സഹാബകൾ കാണുമ്പോൾ അവർക്ക് അതാണ് അവർ പറയുന്നത്, എല്ലാം മരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഉയർത്തെന്നിപ്പിക്കപ്പെടുമെന്നാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളെ പൂർവികരും അങ്ങനെ ഉയർത്തെന്നിപ്പിക്കപ്പെടുവോ? നബിയെ പറ, അതെ, നിങ്ങളും പൂർവികരും ശേഷക്കാരും എല്ലാവരും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ എല്ലാവരും ഒരു അറിയപ്പെട്ട സമയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അവിടെ വിചാരണ ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയും. അതാണ് നമ്മുടെ ചർച്ച. എല്ലാവരും മരണത്തിന് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ പ്രതിഫലം, അവിടെ ശിക്ഷ. അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് സ്വർഗം, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് നരകം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോഴാണ് ഞാൻ മുത്തഖിയായിരുന്നോ, ഞാൻ സാലിഹായിനോ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നു നമ്മൾ, അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അപ്പോഴാണ് അള്ളാഹു റിസൾട്ട് ഫൈനൽ പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാൻ മുനാഫിക്കായിരുന്നില്ല, എന്നിൽ റിയാ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ റിയാ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ശിർക്ക് ചെയ്ത ആളായിരുന്നു, ഇഖ്ലാസിന് പോറലേറ്റിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ബോധ്യപ്പെടുക. അപ്പൊ അത്ര കൃത്യമായി നമ്മൾ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ടെന്നാണ്. അപ്പൊ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഈ അക്രമികളോട് പറയും, ലാലുകളും മുഖദ്ദീബുകളുമായവരെ നിങ്ങളുണ്ടല്ലോ. നരകത്തിന്റെ ആൾക്കാരെ പ്രത്യേകം വിളിക്കും, ലാലുകളെ, വൈവേച്ചവരെ, അൽ മുഖദ്ദിബൂൻ, കളവാക്കിയവരെ. സക്കൂം എന്ന മരത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ആ സക്കൂം എന്ന മരത്തിൽ നിന്ന് നിങ്ങൾ വയറ് നിറക്കുകയും ചെയ്യും. അതിന്റെ പുറമെ ചൂടുള്ള വെള്ളം നിങ്ങൾ കുടിക്കുകയും ചെയ്യും. ദാഹിക്കുന്ന ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ മോന്തി കുടിക്കാന്ന് പറയില്ലേ, ദാഹിക്കുന്ന പെട്ടെന്ന് വെള്ളം കിട്ടിയാൽ മോന്തി കുടിക്കും. അങ്ങനെ ഒട്ടകം, ദാഹിക്കുന്ന ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ ചൂടുള്ള വെള്ളം കുടിക്കാം. ആ ഫുഡ്, ആ ഇത് കഴിച്ചാൽ, സക്കൂം എന്ന മരത്തിന് ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം എന്താണ്? കടുത്ത ചൂടുള്ള വെള്ളമാണ്. അത് കുടിക്കൽ എങ്ങനെയാണ്? ശാരിബൂന ശുർബൽ ഹീം, ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ കുടിക്കുമെന്ന്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇതാണ് മരിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള സൽക്കാരം എന്ന്. ഇതൊക്കെ ഭയങ്കരമായ ശിക്ഷകളാണ്. നരകത്തിൽ നിന്ന്, നരകത്തിന്റെ ആൾക്കാർക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷകൾ. ഇതുപോലെ ധാരാളം ശിക്ഷകൾ വേറെയും ഖുർആനിക ആയാത്തുകൾ വായിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും. ധാരാളം ശിക്ഷകൾ അള്ളാഹുവിനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇന്നെന്ന ശിക്ഷയുണ്ട്, ഭയങ്കരമായ ശിക്ഷകൾ നരകത്തിൽ നിന്ന് ആസ്വദിക്കേണ്ടി വരും. അതിന്റെ പ്രധാനപ്പെട്ട ആയാത്തുകളാണ് മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം കൊണ്ടുവന്നതിന് പുറമെ അദ്ദേഹത്തിന്റെ ഉപ്പ സഈദ് ഇബ്നു വഫൽ കഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിന്റെ അടിയിൽ വേറെ കുറെ ഹദീസുകളും മറ്റും കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നരകക്കാർക്ക് വേറെയും ഒരുപാട് ശിക്ഷകൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ട ചിലതാണ്. ഒന്ന്, നരകത്തിന്റെ ആൾക്കാരുടെ നരകത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരായിരിക്കും. മനുഷ്യന്മാരെയാണ് കത്തിക്കുക എന്നുള്ളത്. കല്ലുകളും മനുഷ്യന്മാരുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുക എന്നുള്ളത്. അതിന്റെ ഇന്ധനം നമ്മളാണ്, മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ കല്ലുകളുമാണ്. കല്ലുകൾ കൂടെ കൂട്ടത്തിൽ കല്ലിനെയും മനുഷ്യന്മാരെയും ഒന്നിച്ചിട്ടിട്ടാണ് തീ കത്തിക്കുക എന്നുള്ളത്. ഒഴിദത്തിൽ കാഫിരീൻ, ആ ജഹന്നമ്, നരകം, കാഫിരിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ ജീവിക്കാത്ത ആൾക്കാർ അള്ളാഹു പറയും, ആളിക്കത്തുന്ന തീ ദൗർഭാഗ്യവാന്മാർക്ക്, അള്ളാഹുവിന്റെ കൽപ്പനയും നിരോധന നിർദ്ദേശങ്ങൾ ജീവിക്കാതെ കളവാക്കിയ, പിന്തിരിഞ്ഞ്
പോയവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ഈ വക പിടിച്ചിട്ട് എന്താ പറയാ, അരക്കെട്ട് പിടിച്ച് ഞാൻ നിങ്ങളെ വലിക്കും, അരക്കെട്ട് പിടിച്ച് വലിക്കും, പക്ഷെ നിങ്ങൾ കൈതട്ടി നിങ്ങൾ വീട്ടിലെ നരകത്തിലേക്ക് ചാടി ഓടുകയാണ് എന്ന്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത്, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തെ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്, അത് അവർക്ക് നിശ്ചയിച്ചതാണ്. കാഫിര്യങ്ങൾക്ക്, ധിക്കാരികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതാണ്. അവരുടെ സങ്കേതമാണ് നരകം. അതിന് 7 വാതിലുകളുണ്ട്. 7 വാതിലിലും കാവൽക്കാരുമുണ്ട്, നിശ്ചയിക്കപ്പെട്ട കാവൽക്കാരും നരകത്തിലുണ്ട് എന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന് ആഴമുണ്ട്, ഭയങ്കര ആഴമാണ് നരകത്തിന്റെ ആഴം. അതിലൊരു കല്ലിടപ്പെട്ടാൽ 70 വർഷം കഴിഞ്ഞിട്ടാണ് അത് താഴെ എത്തുക എന്നാണ്. 70 വർഷം കഴിയണം ഒരു കല്ല് നരകത്തിലിട്ടാൽ അത് താഴെ എത്താൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഭയങ്കര ആഴമുള്ള തീക്കുണ്ടാരമാണ് നരകം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ആള് റജുലുൻ, ഒരു വ്യക്തിയാണ്. അല അഖ്മസി ഖദമൈഹി ജംറതാൻ യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലി അൽ മിർജൽ കമാ യറാ അന്ന അഹദൻ മാ യറാ അന്ന അഹദൻ അശദ്ദ മിൻഹു അദാബ. ആ വ്യക്തിക്ക് ശിക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ, ഈ കുഴിയിൽ, വെള്ളയുടെ കുഴിയിൽ നമ്മൾ കാല് വെച്ചാൽ നടുക്കുള്ള കുഴി ഉണ്ടല്ലോ, ആ 2 കുഴികളിൽ, കാലിന്റെ അടിയിലുള്ള കുഴികളിൽ 2 തീക്കനൽ വെക്കപ്പെടും. ആ തീക്കട്ട കാരണത്താൽ അവന്റെ തല തിളച്ച് മറിയുന്നതാണ് എന്ന്. ചൂടുള്ള പാത്രം തിളച്ച് മറിയുന്നത് പോലെ, ചെമ്പ് പാത്രം തിളച്ച് മറിയുന്നത് പോലെ. അപ്പോൾ ഓം വിചാരിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് ഞാനാണ് എന്ന്. എന്നാൽ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ വേണ്ടതാണ്. അത്ര ഭയങ്കര ശിക്ഷയാണ് നരകത്തിലെ ശിക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നരകത്തെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. നരകത്തിന് 70 ചങ്ങലകൾ ഉണ്ടാവും, 70 കടിഞ്ഞാണുകൾ. ആ 70 കടിഞ്ഞാൾ വലിക്കാനും 70,000 മലക്കുകൾ ഉണ്ടാവും. ഓരോ ചങ്ങല വലിക്കാനും 70,000 മലക്കുകൾ ആ ചങ്ങലയിൽ വലിച്ച് നരകത്തെ ഖിയാമത്ത് നാളിൽ കാണിക്കാൻ കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവരുടെ തലയുടെ ഭാഗത്ത് നിന്നും ചൂടുള്ള വെള്ളം ഒഴിക്കപ്പെടും, ചെങ്ങലക്കിടപ്പെടും. നരകക്കാരെല്ലാവരും കൂട്ടത്തോടെ ചെങ്ങലക്കിടപ്പെടും, ഒറ്റക്കൊറ്റക്കല്ല, എല്ലാവരും ഒന്നിച്ച് ചെങ്ങലക്കിടപ്പെടും. അവരുടെ തലയുടെ പതക്കുന്ന വെള്ളം, ചൂടുള്ള വെള്ളം കോരി ഒഴിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ വെള്ളം കാരണത്താൽ അവരുടെ കുടലും വയറുമെല്ലാം പൊള്ളി പുറത്തു വരുമെന്നാണ്. വയറെല്ലാം പൊള്ളിപ്പോകും, തൊലിയൊക്കെ ഉരുകിപ്പോകുമെന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ന് അവർക്ക് ഭയങ്കരമായ ശരീരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറിന്റെ ശരീരം ഭയങ്കര ശരീരമാക്കി മാറ്റും നരകത്തിൽ. എന്നാൽ ലിയസ്ദാദ അദാബഹു, അതിന്റെ അദാബിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫിറിന്റെ 2 പിരടി 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. ധൃതിയിൽ സ്പീഡിൽ പോകുന്ന ഒരു യാത്രക്കാരന് 3 ദിവസം സഞ്ചരിക്കുമാറ് വിശാലമായതായിരിക്കും ഒരാളുടെ പിരടി, ഒരു കാഫിറിന്റെ പിരടി നരകത്തിൽ. എത്ര വിശാലമായ ഭയങ്കരമായ ശരീരമായിരിക്കും ഒരു കാഫിറിനുണ്ടാകുക. അതിന് വേറെ ഹദീസിലുള്ളത്, കാഫിറിന്റെ പല്ല്, അണപ്പല്ല് അല്ലെങ്കിൽ ഈ കടിക്കുന്ന പല്ല്, ആ പല്ല് ഒരു ഉഹുദ് മലയോളം വലിപ്പുണ്ടാവും, വലിയ പല്ലായിരിക്കും. അവന്റെ ശരീരം 3 ദിവസത്തെ വൈദൂരത്തിന്റെ കട്ടി ഉണ്ടാവും, അത്ര കട്ടിയുള്ള അവന്റെ ശരീരത്തിന് തൊലി ഉണ്ടാകുക. മസീറത്തു സലാസ്, 3 ദിവസത്തെ വൈദൂരം കട്ടിയുള്ള തോലായിരിക്കും അവന്റെ തോല് എന്ന് നരകത്തിൽ. എത്ര ഭയങ്കരമായ ശിക്ഷയാണ് കൊടുക്കുക. ആ ശിക്ഷയോ അവന്റെ ആ തൊലി കത്തിക്കരിഞ്ഞ് അവന്റെ ഇറച്ചിയിലേക്ക് തീയെത്തുമ്പോഴേക്ക് വീണ്ടും പുതിയ തൊലി കൊടുക്കും ഒരേപോലത്തെ. തൊലിയിലാണ് വേദന ഉള്ളത്. തൊലി കത്തിക്കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാവില്ല. നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴൊക്കെ സൂചി കുത്തുമ്പോൾ വേദന, പിന്നെ ഉള്ളിൽ കയറിയ വേദന ഉണ്ടാവില്ല. തൊലിയിലാണ് അള്ളാഹു വേദന വെച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു പറയാണ്, ആ തൊലി കത്തിക്കരിയുമ്പോഴെല്ലാം നമ്മൾക്ക് പുതിയ തൊലി കൊടുക്കും, വീണ്ടും വീണ്ടും വേദന അധികരിക്കാൻ വേണ്ടിയിട്ട് എന്ന്. ഇന്നല്ലദീന കഫറു ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കാഫിരീങ്ങൾ
അവർക്ക് ഞാൻ അവർ നരകത്തിലിട്ട് നമ്മൾ കരിച്ചു കളയുന്നതാണ്. നമ്മുടെ ആയാത്തുകളെ, കൽപ്പന നിരോധന നിർദ്ദേശങ്ങളെ ധിക്കരിച്ചവർക്ക് അവരുടെ തൊലി പഴുത്ത് ഇല്ലാണ്ടാകുമ്പോഴെല്ലാം, നെളിജത്ത് ഇല്ലാണ്ടാകുമ്പോഴെല്ലാം പുതിയ തൊലി നാം അവർക്ക് പകരം നൽകുകയും അങ്ങനെ അവർ ശിക്ഷ അധികരിച്ച് ശിക്ഷ വാങ്ങുകയും ചെയ്യും. ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. അവരുടെ മുഖങ്ങളൊക്കെ മാറ്റി മറിക്കപ്പെടും. അപ്പോൾ അവർ പറയും, നരകവാസികൾ, ഭയങ്കരമായ ശിക്ഷ, മുഖങ്ങൾക്ക് മുകളിൽ നിന്നൊക്കെ ശിക്ഷ വരും, എടുത്തെറിയപ്പെടും. അപ്പോൾ നരകത്തിലെ ആൾക്കാർ പറയും, നമ്മൾ അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനേ എന്ന്. ഇതാണ് നരകത്തിന്റെ ആൾക്കാർക്കുള്ള ശിക്ഷ. ഇങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്. ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഒരുമിച്ച് കൂട്ടി വായിച്ചാൽ നമ്മുടെ ജീവിതമേ മാറിപ്പോകും. സ്വർഗത്തിന്റെ ആയത്തുകൾ വായിക്കുമ്പോൾ നല്ല രസമാണ്. തോട്ടങ്ങൾ, അരുവികൾ, ഫ്രൂട്ട്സ്, ഹൂർലൈൻ, ഇപ്പോൾ ഒരുപാട് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന, കൺകുളിർമ ഉണ്ടാക്കുന്ന പ്രതിഫലങ്ങളാണ് സ്വർഗത്തിന്റെ ആയത്തുകൾ. നരകത്തിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സാകെ കുടിസായി പോകും, ടൈറ്റായി പോകും. ഫുൾ അങ്ങനെയുള്ള ശിക്ഷകളാണ്. ചൂടുള്ള വെള്ളം, കത്തിരിക്കുന്ന തീ, പാറക്കെട്ടുകൾ, മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴിക്കപ്പെടുക, മുഖങ്ങൾ എടുത്തെറിയപ്പെടുക, എല്ലാവരും കൂട്ടമായി ചങ്ങലക്കിടപ്പെടുക. ഒന്നും ചെയ്യാൻ കഴിയില്ല. കൂട്ടത്തോടെ ചങ്ങലക്കിട്ട് അങ്ങനെ ഉണ്ടാവും. നരകം തിങ്ങി നിറയുമെന്നാണ്. ജഹന്നം എന്ന് പറഞ്ഞ, ഞാൻ നരകത്തെ തിങ്ങി നിറക്കുന്നവർ അല്ല. നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ ചോദിക്കും. അപ്പൊ നരകം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുന്റെ കാല് കൊണ്ട് നരകത്തെ ചവിട്ടും. നരകത്തെ ചവിട്ടുമ്പോൾ നരകത്തിലെ ആൾക്കാരൊക്കെ ഒന്നുകൂടെ അമർന്നു പോകും. അല്ലെങ്കിൽ തിക്കും തിരക്കും, ചവിട്ടി അമർത്തി അങ്ങനെ ഉണ്ടാവും, വീണ്ടും അമർന്നു പോകും, അതിൽ വീണ്ടും നടക്കും. അതും ചങ്ങലക്കിടപ്പെട്ട അവസ്ഥയിൽ ഭയങ്കരമായ ഭീകരാവസ്ഥയാണ് നരകത്തിന്റെ അവസ്ഥ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിന്റെ സുഖാനുഭൂതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധന നിർദ്ദേശങ്ങളും അനുസരിച്ച് ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതോടെ ശിക്ഷയും പ്രതിഫലവും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്ക് വായിക്കാനുള്ളത് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ്, നരകത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.